നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കണ്ടുവെങ്കിൽ അവിടെ നിൽക്കുന്ന ഏതെങ്കിലും ഉമ്മമാര് ഇവരെ പരിഗണിക്കുകയോ നോക്കുകയോ ചെയ്യുന്നുണ്ടോ എന്ന്? അതവരുടെ ജാട കൊണ്ടോ അഹങ്കാരം കൊണ്ടോ ഒന്നുമല്ല. ഞാൻ ഈ പറയുന്നത് ശരിയോ തെറ്റോ നിങ്ങൾ നിഷ്പക്ഷമായി ചിന്തിച്ചു നോക്കുക. ഏതെങ്കിലും ഒരു മാതാപിതാക്കള് തൻ്റെ ഏതെങ്കിലും ഒരു കുട്ടി ഇങ്ങനെ ആയി തീരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇനി അഥവാ ആർക്കെങ്കിലും അങ്ങനത്തെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ അത് എങ്ങനെയെങ്കിലും ഒന്ന് മാറിക്കിട്ടണമെന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയേ ചെയ്യത്തുള്ളൂ. കാരണം എന്താണ്? അവരുടെ മനസ്സിലുള്ള സ്വപ്നങ്ങൾ എന്ന് വെച്ചാൽ തൻ്റെ കുട്ടി പഠിച്ച് നല്ല ജോലിയൊക്കെ വാങ്ങി കുടുംബവും കുട്ടികളൊക്കെ ആയി സന്തോഷത്തോടുകൂടി ജീവിക്കണമെന്നാണ്. എന്തിനേറെ പറയണം, ജനിപ്പിച്ച ഉമ്മയും വാപ്പയും അവര് ഇവരുടെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ ഇംഗിതത്തിന് വഴങ്ങുന്നില്ല എന്നതിൻ്റെ പേരിൽ അവരെ പോലും തള്ളിപ്പറഞ്ഞ് അവരെ വരെ സമൂഹത്തിന് മുന്നിൽ മോശക്കാരാക്കില്ലേ? അവരോട് പോലും മോശമായി പെരുമാറിയില്ലേ? ആ ഉമ്മ എത്രത്തോളം കഷ്ടപ്പെട്ടായിരിക്കും, അല്ലെങ്കിൽ ആ വാപ്പ എത്രത്തോളം അധ്വാനിച്ചിട്ടായിരിക്കും ഇവരെയൊക്കെ വളർത്തിയത്. എന്നിട്ട് പോലും ഒരു ഇന്റർവ്യൂവിൽ വന്നുകൊണ്ട് പറയുന്നത് എൻ്റെ വാപ്പാക്ക് ഒരു തരി സ്നേഹം എന്നോടില്ല എന്നാണ്. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഏത് ഉമ്മാക്കാണ് അല്ലെങ്കിൽ ഏത് വാപ്പാക്കാണ് സ്വന്തം മക്കളോട് സ്നേഹമില്ലാത്തത്? ഈ വാപ്പമാര് പരുഷമായി പെരുമാറുന്നത് മക്കളോട് വെറുപ്പുണ്ടായത് കൊണ്ടല്ല. ജീവിക്കാനുള്ള നെട്ടോട്ടത്തിനിടയിൽ മനസ്സ് കട്ടിയായി പോകുന്നതാണ്, മനസ്സ് ഉറച്ചു പോകുന്നതാണ്. കഷ്ടപ്പാടിന്റെയും ബുദ്ധിമുട്ടിന്റെയും ഒക്കെ ഇടയിൽ സ്വന്തം മക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനുള്ള നെട്ടോട്ടത്തിനിടയിൽ അവരുടെ മനസ്സ് മരവിച്ചു പോകുന്നതാണ്. അതുപോലും മനസ്സിലാക്കാതെ സമൂഹത്തിന്റെ മുന്നിൽ വന്നുകൊണ്ട് അവരെ കുറ്റപ്പെടുത്താണ്. എന്തിനു വേണ്ടിയാണ് ഈ കുറ്റപ്പെടുത്തലും, എന്തിനു വേണ്ടിയാണ് ഈ തള്ളിപ്പറച്ചിലും ഒക്കെ? അവർക്കൊരാഗ്രഹമുണ്ട്, സ്ത്രീയും തമ്മിൽ ഒരുമിച്ച് ജീവിക്കണം. ആ രൂപത്തിലുള്ള അവരുടെ വൃത്തികെട്ട ആഗ്രഹങ്ങൾക്ക് മാതാപിതാക്കൾ കൂട്ടുനിൽക്കുന്നില്ല എന്ന ഒറ്റ കാര്യം കൊണ്ടാണ്. അല്ലാതെ അവരെ തല്ലിയത് കൊണ്ടോ അവരെ ഉപദ്രവിച്ചത് കൊണ്ടോ അവർക്ക് പഠിക്കാൻ വിടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കാത്തത് കൊണ്ടോ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാത്തത് കൊണ്ടോ ഒന്നുമല്ല. ഇതിനെല്ലാം പുറമെ ഇവർ ആഗ്രഹിക്കുന്നത് പോലെ ഇത്തരം വൃത്തികെട്ട പരിപാടിക്ക് മാതാപിതാക്കൾ കൂട്ടുനിൽക്കുന്നില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, മാതാപിതാക്കള് ഇതേപോലെ ചിന്തിച്ചിരുന്നുവെങ്കിൽ, നിങ്ങളിപ്പോ ചിന്തിക്കുന്നത് പോലെ മാതാപിതാക്കൾ ചിന്തിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് ഈ കാണുന്ന ആദിലയും നൂറയും ഒക്കെ ഇവിടെ ഉണ്ടാവുമായിരുന്നു. നമ്മൾ ചിന്തിക്കേണ്ടത്, സമൂഹത്തിൽ ഇത്തരം തെറ്റായ ചിന്തകൾ നടത്തുന്ന ആളുകളെ ഒരിക്കലും ആർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല. അതിന് എന്തൊക്കെ തലകുത്തി മറിഞ്ഞു എന്ന് പറഞ്ഞാലും